നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇത് ജനുവരി മാസം അവസാനമാകാറായി. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ളൊരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിന് ജലസേചനമൊക്കെ നൽകാൻ വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാനേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ ഒരു ഫേസ്ബുക്ക് പേജുണ്ട്, അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. പൊതുവെ നമ്മൾക്കെല്ലാം ഒരു വിശ്വാസമുണ്ട്, ഈ ഉണക്കുകാലം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾക്കെല്ലാം ഒരുപാട് വെള്ളം അതിപ്പോൾ പച്ചക്കറി ചെടിയാട്ടെ പൂച്ചെടികളാട്ടെ ഇതിനെല്ലാം ചൂട്ടിക്കൊണ്ട് ഒഴിക്കണമെന്ന്. ആ ഒരു മുൻധാരണയുടെ പുറത്ത് നമ്മൾ കൊണ്ടുവന്ന് ഒരുപാട് വെള്ളം ചെടികളുടെയൊക്കെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ചെടികൾക്കൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളത്തിന് ആവശ്യമേ ഉള്ളൂ. ഇപ്പം നമ്മൾ മനുഷ്യരൊക്കെ ആണെങ്കിൽ ഈ ചൂടുകാലം ആകുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ ഈ ചെടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മിതമായിട്ടുള്ള ജലത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ചെടികളൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ഇലകൾ വാടി നിൽക്കുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ തണ്ടുകൾ വാടി നിൽക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഉള്ള വെള്ളം കൊടുത്താൽ മതി, അത് മിതമായിട്ട് അളവിലെ. അതേപോലെ നമ്മൾ രണ്ടു നേരമൊന്നും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വൈകിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പ്രധാനമായിട്ട് എൻ്റെ കൃഷിക്കെല്ലാം ഞാൻ വൈകിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വൈകിട്ട് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു അളവിൽ കൊടുത്താൽ മതി. അത് തന്നെയല്ല, ഈ നൈറ്റ് ആകുമ്പം ഒരുപാട് സൂര്യപ്രകാശം ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ മണ്ണിലേക്ക് ഈ വെള്ളം ശരിക്കും ആഗിരണം ചെയ്യാനുള്ള ടൈമും കൂടെ കിട്ടുന്നുണ്ട്. ഈ നമ്മൾ രാവിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പകൽ സമയത്ത് നല്ല ചൂടാണ്. ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ വെള്ളമെല്ലാം ആവിയായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം വേസ്റ്റ് ചെയ്യും. നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചുകൊണ്ട് കാര്യമായിട്ട് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ വൈകിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുക്കുന്ന വെള്ളം അത്യാവശ്യം ചെടികളെല്ലാം വലിച്ചെടുത്തിട്ട് അതിൻ്റെ തണ്ടുകളിലും ഇലകളിലും എല്ലാം സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ ഒരുപാട് വാട്ടം പോലെ തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വൈകിട്ട് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഗ്രോ ബാഗിലും കൃഷി ചെയ്യുന്നുണ്ട്, മണ്ണിലും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗ്രോ ബാഗ് ആയിട്ട് മണ്ണിലായിക്കോട്ടെ, അതിൻ്റെ വേരുകൾ ഇപ്പം മഴക്കാലത്തൊക്കെ പൊതുവെ നമ്മുടെ പല കൃഷികൾ നശിക്കാനുള്ള കാരണം തന്നെ നമ്മൾ ഓവറായിട്ട് ജലസേചനം ചെയ്യുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വേരുകൾ അഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മണ്ണിനൊപ്പം ചേർന്നിട്ട് അത് കമ്പോസ്റ്റ് പോലെ ആയിപ്പോകും അതിൻ്റെ വേരുകൾ. അങ്ങനെ ചെടികൾ നശിച്ചു പോകും, അതിൻ്റെ ഇലകൾ മുഴുവൻ പഴുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം, ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതേപോലെ നമ്മൾ നടുന്ന ചെടികളുടെയൊക്കെ ചുറ്റിനും നമ്മൾ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൂട് സമയത്ത് പെട്ടെന്ന് സൂര്യപ്രകാശം അടിച്ചിട്ട് ഈ മണ്ണ് ചൂടായിട്ട് അതിലെ ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ ഇടയാകത്തില്ല. നമ്മൾ ഈ കരിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആ ചെടിയുടെ ചുറ്റിനും തണുപ്പ് നിൽക്കുന്നതാണ്, ആ നനവ് നിൽക്കുന്നതാണ്. അത് നമ്മുടെ ചെടിക്ക് നല്ലതാണ്. പിന്നെ എല്ലാ വീടുകളിലും നമ്മൾ കിണറ്റിലെ വെള്ളം തന്നെയല്ല കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ പൈപ്പ് ലൈനിൽ കൂടെ നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളവും കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പം കേന്ദ്ര സർക്കാർ ജലനിധി പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ ഏതാണ്ട് എല്ലാ വീട്ടുകളിലും വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പല ആളുകളും ഇങ്ങനെ വാട്ടർ കണക്ഷൻ വഴി കിട്ടുന്ന വെള്ളം നേരിട്ട് ഹോസ് വെച്ചിട്ട് ചെടിയുടെ എല്ലാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരുപാട് അമിതമായിട്ടുള്ള ജലനഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ അമിതമായിട്ട് ചെടിയുടെ എല്ലാം ചുവട്ടിൽ ഈ നനവ് ചെല്ലുന്നുമുണ്ട്. നമ്മളങ്ങനെ വെള്ളം പാഴാക്കി കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ പൈപ്പ് ലൈൻ വഴി കിട്ടുന്ന ആ വെള്ളത്തിനകത്ത് ക്ലോറിൻ്റെ അംശം കൂടുതലായിരിക്കും. ഈ ക്ലോറിൻ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടാണുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള അതിനുവേണ്ടിയാണ്. നമ്മൾ ഈ കൃഷിക്കൊക്കെ പ്രത്യേകിച്ച് ജൈവ കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് ചാണകപ്പൊടി അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ഇതൊക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കൃഷിയെ സഹായിക്കുന്ന, നല്ല വിളവൊക്കെ കിട്ടാൻ സഹായിക്കുന്ന, നല്ല ഗ്രോത്തിന് സഹായിക്കുന്ന ഒരുപാട് ജീവാണുക്കളുണ്ട്. നമ്മൾ ഈ ക്ലോറിൻ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. അതായത് നമ്മളിപ്പോൾ ചാണകമൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ക്ലോറിൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ജീവാണുക്കളെല്ലാം ഈ ക്ലോറിൻ്റെ ശക്തി കൊണ്ട് അതൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൈപ്പ് ലൈനിലെ വെള്ളം ഒരിക്കലും നമ്മൾ നേരിട്ട് കൃഷിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ആദ്യമേ എവിടെയെങ്കിലും ബക്കറ്റിലോ അല്ലെങ്കിൽ ടാങ്കിലോ പിടിച്ചു വെക്കുക. എന്നിട്ട് അത് ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ ക്ലോറിൻ മുഴുവൻ 2-3 മണിക്കൂർ കൊണ്ട് വേപ്പറായിട്ട് പോകും. അതായത് ആവിയായിട്ട് അങ്ങ് പൊക്കോളും, ഇതിനകത്ത് വെള്ളത്തിൽ നിൽക്കത്തില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിനുശേഷം ആ ക്ലോറിൻ നിശേഷം ആവിയായിട്ട് പോയതിന് ശേഷം നമ്മൾ ആ വെള്ളം ചെടിയുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ നേരിട്ട് നമ്മൾ പച്ചക്കറി ചെടിയാട്ടെ പൂച്ചെടിയാട്ടെ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നമ്മൾ ക്ലോറിൻ വെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്ലോറിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ കൃഷിയെ സഹായിക്കുന്ന എല്ലാ ജീവാണുക്കളും നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ക്ലോറിൻ വെള്ളം നേരിട്ട് കൊണ്ടുവന്ന് കൃഷിക്ക് ചെടിയുടെയൊക്കെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബക്കറ്റിൽ ആ വെള്ളം പിടിച്ചിട്ട് ഒരു മഗ് വെച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ആവശ്യമുള്ള അളവിൽ മാത്രം വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്, 4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം
4 ദിവസം അടുപ്പിച്ച് നല്ല വെയിലായി കഴിഞ്ഞാൽ വെള്ളമില്ലാത്തൊരവസ്ഥ, ഇത് ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വെള്ളം പാഴാക്കി കളയാൻ പാടില്ല. വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് 2000-2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 500 ലിറ്റർ ടാങ്ക് വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ ടാങ്കിനകത്തൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമാകുന്നത്. പിന്നെ പല ആളുകളും പൈപ്പ് കണക്ഷനിൽ കൂടെ വെള്ളം വരുമ്പോൾ അത് ഓവറായിട്ട് കൃഷിയുടെയൊക്കെ ചുവട്ടിക്കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഉപയോഗിക്കാം. പിന്നെ ഈ വെള്ളം നമുക്ക് തന്നെ ഉള്ളതല്ല, മറ്റ് പല ആളുകൾക്കും കൂടി ഉപയോഗിക്കാനുള്ളതാണ്. ആ ഒരു ചിന്ത വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റാളുകൾക്ക് കൂടി ഈ വീഡിയോ കാണാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട്